ഒരു മിനിറ്റ്, ഞാൻ പറയുന്നു, ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ തീർച്ചയായും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും. നമ്മളറിയാം, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റ് സംബന്ധിച്ചാണ്. അപ്പോൾ എന്താണ് ഷെയർ മാർക്കറ്റ് ചരിത്രം ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. സെൻസെക്സ് നമ്മൾ 2002 ഫെബ്രുവരി 1 സെൻസെക്സ് 3333. ശ്രദ്ധിക്കണേ, ഇത് നല്ല രസമുള്ളൊരു കഥയാണ്. ഫെബ്രുവരി 1 സെൻസെക്സ് 3333 ആയിരുന്നു. അത് 2012 3303 ഏകദേശം 6 കൊല്ലം കൊണ്ട് 18,115 ആയി. എന്ത് രസമല്ലേ? അത് ഏകദേശം ആ 6 കൊല്ലം തുടർച്ചയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 2008 ഫെബ്രുവരി 15 18,115 മാർക്കറ്റ് 2012 17,742 നിൽക്കുകയായിരുന്നു. ഏകദേശം 4 കൊല്ലം അത് ഉയർച്ച ഒന്നില്ല. 2012 17,742 ഫെബ്രുവരി 10 നിന്നത് 2015 ഫെബ്രുവരി 20 29,231 ആയി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2002 3303 ഇൻവെസ്റ്റ് ആക്കി ഇപ്പം 29,231 കൂടെ കിട്ടുക 2015 12 കൊല്ലമുണ്ട്. ഓക്കെ, ഏകദേശം 9 ഇരട്ടിയായി അത് കൂടി, വെറും 12 കൊല്ലമുണ്ട്. അങ്ങനെ 2015 ഫെബ്രുവരി 20 29,230 എന്നുള്ളത് 2017 ഫെബ്രുവരി 23 നോക്കുകയാണെങ്കിൽ 28,892 ഉള്ളു. അതായത് അവിടെ 2 കൊല്ലം എന്താ പറയുക, ഒരു ഉയർച്ചയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ 2020 ഫെബ്രുവരി 1 മാർക്കറ്റ് 39,735 ആയിരുന്നു. അപ്പൊ 2017 3 കൊല്ലം കൊണ്ട് ഏകദേശം 11,000 യൂണിറ്റ് ആയിട്ട് അത് കൂടി. 2012 17,731 ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ ഫണ്ട് ഇപ്പം 2020 39,000 രൂപ ഏകദേശം. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിലും 2 ഇരട്ടിയുടെ മുകളിലായി. അപ്പൊ നമ്മളെന്താ, ലോങ് ടൈമിൽ നമുക്ക് മാർക്കറ്റ് ഒരു റിസ്കും ഇല്ല, ഷോർട്ട് ടൈമിൽ നമുക്ക് റിസ്ക് ഉണ്ട്. ഇപ്പൊ 2020 ഫെബ്രുവരി 1 39,735 നമുക്കറിയാം. ആ സമയത്ത് കൊറോണ വന്നു. അപ്പൊ 2020 മാർച്ച് തന്നെ 29,915 ആയിട്ട് അത് കുറഞ്ഞു. അപ്പം 2020 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഭയങ്കരമായ നഷ്ടത്തിൽ വന്നു നിൽക്കുക. പക്ഷേ 2022 ജാനുവരി 22 മാർക്കറ്റ് 59,037 ആയി. അപ്പൊ നമുക്ക് എന്താ സംഭവിച്ചത്? 2017 28,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 2022 നേരെ ഇരട്ടിയായി. ഞാൻ സെൻസെക്സിന്റെ ഗ്രോത്ത് മാത്രമാണ് പറയുന്നത്. ഓരോ ഷെയറും വ്യത്യസ്തമായിരിക്കും. അതിന്റെ ഒരു പൊതു ധാരണ നമ്മൾ മനസ്സിലാക്കാം. ഇരട്ടിയായി. അതേ സമയത്ത് 2012 17,000 ഇൻവെസ്റ്റ് ചെയ്തേക്ക് ഇപ്പൊ 59,000, ഏകദേശം അത് 4 ഇരട്ടിയായി. ലോങ് ടൈമിൽ നമുക്ക് റിസ്ക്കും വരുന്നില്ല. 2024 മാർക്കറ്റ് 85,571 ആയി. ഭയങ്കരമായ കയറ്റം. 2022 2024 തുടർച്ചയായിട്ട് കയറ്റം 85,571 സെപ്റ്റംബർ 27. അപ്പൊ നമുക്ക് 2015 29,231 ഇൻവെസ്റ്റ് ആക്ക് 55,571 ആയി. അപ്പൊ നമുക്ക് 2002 2008 2012 2015 എപ്പം ഇൻവെസ്റ്റ് ചെയ്താക്ക് 2024 ഭീകരമായ ഗ്രോത്തിലേക്ക് കിട്ടി. ഒരു റിസ്കും ഇല്ല. ഇനി നമ്മൾ നോക്കാം ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ. ശ്രദ്ധിക്കേണ്ട രസകരമാണ്. 2024 സെപ്റ്റംബർ 27 85,571 നിന്ന മാർക്കറ്റ് ഇന്ന് 2026 ഫെബ്രുവരി 16 അതിനെക്കാട്ടും കുറവാണ്. 83,270 നിൽക്കുക. അപ്പം 2024 സെപ്റ്റംബർ 27 85,571 നിന്ന ഒരു സെൻസെക്സ് ഇപ്പം 83,270 കുറവാണ് നിൽക്കുന്നത്. ഏകദേശം 1.5 കൊല്ലമായിട്ട് മാർക്കറ്റ് സ്റ്റേബിളാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കഴിഞ്ഞ കാല ചരിത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണോ അതോ മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുക? മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്നത് ഓപ്പർച്യൂണിറ്റി അല്ലേ? നിങ്ങൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് മതിയാവുന്ന പൈസ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് സബ്ജക്റ്റ് മാർക്കറ്റ് റിസ്ക് നിങ്ങൾക്ക് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലായത്? അതാണ് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടും. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്നത് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയും 2030 ഞാൻ ഇതുപോലെ റിവ്യൂ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് 1 ലക്ഷം. അപ്പം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ നേരത്തെ 2030 നമ്മൾ റിവ്യൂ ചെയ്യുമ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ ഗ്രോത്ത് നമുക്ക് തീർച്ചയായും, കാരണം 5 കൊല്ലം ഗ്യാപ്പ് നമുക്ക് എപ്പോഴും വൻ ഗ്രോത്ത് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കൊല്ലം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ പൈസ ഒരു കാരണവശാലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത്. അതിന് വേറെ രീതിയിലുള്ള ഫണ്ടുകളുണ്ട്. നമുക്ക് ഒരു ദിവസം പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് നമുക്ക് വേറെ നമുക്കുണ്ട്. ലോങ് ടൈമിൽ നമുക്കൊരു ഔട്ട് പെർഫോം ചെയ്ത് നിങ്ങളുടെ പൈസ ഇരട്ടിയാവാനോ അല്ലെങ്കിൽ 2-3 ഇരട്ടിയാൻ സാധ്യതയുള്ള ഫണ്ടുകൾ നമുക്കുണ്ട്. അതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതാണ് ഇപ്പം നല്ലത്? എനിക്ക് 44 കമ്പനിയുടെയും ബാങ്കിന്റെ അസറ്റ് മാനേജ് കമ്പനിയും മ്യൂച്വൽ ഫണ്ട് എനിക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ എത്ര കൊല്ലം കഴിഞ്ഞ് വേണം, അല്ലെങ്കിൽ എത്രമാത്രം റിസ്ക് നമുക്ക് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്, ഏതൊക്കെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, SBI ആണ്, HDFC, ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 1-2 ബാങ്ക് അല്ല, 44 ബാങ്ക് നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സ് അറിയാൻ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് അലക്സിയോസ് കുര്യൻ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫണ്ടുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ നേരിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.